ഇനി ഡിലീറ്റിംഗ് എ സ്പെസിഫിക് നോഡ് ഫ്രം ദ ലിസ്റ്റ്, അതായത് ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് എനിക്കിപ്പോൾ ഈ ഒരു നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സാധാ പോലെ പൊസിഷൻ വെച്ച് തന്നെയാണ്, ഫോർ ലൂപ്പ് വെച്ച് തന്നെ നമ്മൾ ആ ടെമ്പിൻ്റെ പൊസിഷൻ വെച്ച് നമ്മൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈക്വൽ ടു 2 ആയിരിക്കും. ഫോർ ലൂപ്പ് എങ്ങനെ എഴുതാം? I ഈക്വൽ ടു 1, I ലെസ് ദാൻ പോസ്, ദെൻ I പ്ലസ് പ്ലസ് ആണെങ്കിൽ ടെമ്പിനെ മൂവ് ചെയ്യുക, ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് മൂവ് ചെയ്യുക. ദെൻ പൊസിഷൻ വയലേറ്റഡ് ആകുമ്പോഴത്തേനും നമുക്ക് പിന്നെ അത് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിസ്കണക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഡിസ്കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഡിസ്കണക്ഷൻ വരും? 1, 2, 3, 4 അല്ലേ? 4 കണക്ഷൻ നമുക്ക് പിടിക്കണം. അത് മാത്രമല്ല എന്ത് ചെയ്യണം? ഈ നോഡിലെ നെക്സ്റ്റ് ഇനി ആരെ പോയിൻ്റ് ചെയ്യണം? ഇങ്ങോട്ട് 2004നെ പോയിൻ്റ് ചെയ്യണം അല്ലേ? അതുപോലെ ഇത് എന്തായിരിക്കണം? ഇനി 2000 ആയിരിക്കണം വന്ന് കിടക്കേണ്ടത്. ഈ നോഡ് മൊത്തം മാറണം, 2000 ഇവിടെ വന്ന് കിടക്കണം. അതുപോലെ ഇതിനകത്ത് 2004 വന്നും കിടക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാമാണ് നമുക്കിനി മാറ്റണം. അതായത് കണക്ഷൻ നമുക്ക് വിടിയിക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ടെമ്പ് പ്രീവിയസ്, ടെമ്പിൻ്റെ പ്രീവിയസ്, ദെൻ നെക്സ്റ്റ്. ഇപ്പോൾ എന്തായിരിക്കും വരിക? ടെമ്പിൻ്റെ പ്രീവിയസ് എന്ന് പറയുന്നത് ആരാണ്? 2000. സോ 2000 നിങ്ങളിവിടെ തന്നെ എഴുതാം. 2000ൻ്റെ നെക്സ്റ്റ് അതാരാ? 2000ൻ്റെ നെക്സ്റ്റ് 2002 ആണ് അല്ലേ? അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ടെമ്പിൻ്റെ നെക്സ്റ്റിനെ കൊണ്ടുവരണം. അതായത് ടെമ്പ് നെക്സ്റ്റ് ആരാണ്? 2004, അതായത് ഈ നോഡ്. സോ നമ്മളിവിടെ 2004 വന്നു. സോ ഈ കണക്ഷൻ ഓക്കെ ആയി. ഇപ്പോൾ 2002 പോയി. ഇനി ആരാ മാറ്റേണ്ടത്? ഈ 2002നെ മാറ്റിയിട്ട് നമ്മൾ ആരെ ഇടണം? 2000നെ ഇടണം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതണം, ടെമ്പിൻ്റെ നെക്സ്റ്റ് അല്ലേ? ടെമ്പിൻ്റെ നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ എഴുതണം ടെമ്പ് നെക്സ്റ്റ്. അപ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? 2004, അതായത് ഇങ്ങോട്ട് പോയി. ദെൻ ഇതിൻ്റെ പ്രീവിയസ് ആണ് അല്ലേ? അപ്പോൾ നമ്മളവിടെ പ്രീവിയസ് 2004ൻ്റെ പ്രീവിയസ് 2002ൻ്റെ അവിടെ ആരെ ഇടേണ്ടത്? ടെമ്പിൻ്റെ പ്രീവിയസ് ഈക്വൽ ടു ടെമ്പ് പ്രീവിയസ്. ദെൻ ടെമ്പിൻ്റെ പ്രീവിയസ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? ഈ കണക്ഷനും ഓക്കെ ആയി. 2002 എന്നുള്ളത് മാറി 2000 ആയി. ഇതും ഓക്കെ ആയി. 2004ഉം 2002 ഇതും ഇങ്ങോട്ട് തമ്മിലുള്ള കണക്ഷൻ ഓക്കെ. അപ്പോൾ ഈ 4 കണക്ഷനും ക്ലോസ് ആയി. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഈ ടെമ്പിനെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ടെമ്പ്. അതിൻ്റെ മുന്നേ വേണമെങ്കിൽ ടെമ്പിൻ്റെ പ്രീവിയസിനെയും നെക്സ്റ്റിനെയും നള്ളാക്കി കൊടുക്കാമെന്ന് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം കേട്ടോ. ടെമ്പിൻ്റെ പ്രീവിയസിനും ഈക്വൽ ടു നള്ള് കൊടുക്കാം. അതുപോലെ ടെമ്പിൻ്റെ നെക്സ്റ്റിനും എന്ത് ചെയ്യാം? നള്ള് കൊടുത്ത ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത്രയാണ് എന്ത്? ഡിലീറ്റിംഗ് എ സ്പെസിഫിക് നോഡ് ഫ്രം ദ ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോഡ് എടുത്ത് കളയുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഈ നോഡിൻ്റെ കണക്ഷൻ ഈ നോഡിലോട്ടാക്കണം. അതുപോലെ ഈ നോഡിൻ്റെ പ്രീവിയസ് കണക്ഷൻ ഇങ്ങോട്ടാക്കണം. അപ്പോൾ അതിനെന്താ ചെയ്തത്? ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ് ചെയ്യുന്നത്. ടെമ്പിൻ്റെ പ്രീവിയസ് 2000 ആണ്. 2000 ഇവിടെ 2000ൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? 2002 ആയിരുന്നു അല്ലേ? ഈ നോഡായിരുന്നു. അപ്പോൾ അതിനെ വേണ്ട. എന്ത് ചെയ്യണം? ഈ ടെമ്പിൻ്റെ നെക്സ്റ്റ് കിടക്കുന്ന ആരാണ്? 2004. സോ നമ്മൾ 2004 ഇങ്ങോട്ട് ഇട്ടു. അത് എഴുതുന്നത് എങ്ങനെയാണ്? ടെമ്പ് പ്രീവിയസിൻ്റെ നെക്സ്റ്റിനകത്ത് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ഇനി ഇതാണ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങോട്ടുള്ള കണക്ഷൻ. അപ്പോൾ ടെമ്പ് നെക്സ്റ്റ്
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത്. നെക്സ്റ്റിൻ്റെ പ്രീവിയസിനകത്ത് ടെമ്പിൻ്റെ പ്രീവിയസിനിടണം. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? ടെമ്പിൻ്റെ പ്രീവിയസിനും ടെമ്പിൻ്റെ നെക്സ്റ്റിനും നള്ളാക്കണം. ദെൻ ഡിലീറ്റ് ടെമ്പ്. ഇതാണ് ഡിലീറ്റിങ് എ സ്പെസിഫിക് നോട്ട് ഫ്രം ദ ലിസ്റ്റ്. ഇത്തിരി ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പറയുമ്പോഴത്തേനും നിങ്ങളത് അതുപോലെ തന്നെ വരച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലത് കിടക്കും. അപ്പോൾ നമ്മളപ്പോൾ എന്താ പറയുക, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഇൻസേർഷനും പഠിച്ചു, അതുപോലെ ഡിലീഷനും പഠിച്ചു. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, എൻഡ്, സ്പെസിഫിക് നോഡ്. ദെൻ ഡിലീഷൻ ആണെങ്കിലും ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റ്, എൻഡ് ഓഫ് ദ ലിസ്റ്റ്, അതുപോലെ സ്പെസിഫിക് നോഡ്. അപ്പോൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് തീർന്നു. നമ്മൾ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞു, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് കഴിഞ്ഞു, ഡബിൾ ലിങ്ക്ഡ് ലിസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ എവിടെയൊക്കെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് ഇതിനകത്ത് പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിനകത്ത് ഇടുകയോ അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയോ ചെയ്യാം.